സ്നേഹിതരായി നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ സഹായിക്കുന്ന, നമുക്കെല്ലാം എത്തിച്ചു തരുന്ന ഒരു നല്ല ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സദൃശ്യവാക്യം 17-ാം അധ്യായമാണ്. സദൃശ്യവാക്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടവും അതേപോലെ ഉപദേശങ്ങളാൽ നിറഞ്ഞ ഒരു പുസ്തകമാണ് സദൃശ്യവാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ദാവീദിന്റെ മകനായ ശലോമോനാൽ രചിക്കപ്പെട്ടതാണ് ഈ സദൃശ്യവാക്യങ്ങൾ. നമ്മളിതിൻ്റെ ആദ്യോടന്തം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഓരോ മൂലയിലും ഓരോ അക്ഷരത്തിലും ഓരോ ഉപദേശങ്ങളുണ്ട്. നമ്മൾ കണ്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ട് പഠിക്കേണ്ട പല കാര്യങ്ങളും സദൃശ്യവാക്യത്തിൽ ശലോമോൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ 17-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ശലോമോൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വാക്യങ്ങളാണ്. ഒന്നും തന്നെ നമുക്ക് മറിച്ചു കളയുവാനോ അല്ലെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കാൻ കഴിയാത്ത വിധം വളരെ പ്രധാനപ്പെട്ട ഓരോ വാക്യങ്ങളാണ് ഇതിൻ്റെ ഓരോ വാക്യങ്ങളും നമ്മൾ കാണുന്നത്. അതിൻ്റെ ആദ്യത്തെ വാക്യം, കലഹത്തോടു കൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങി അപ്പം ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ നമ്മളോടുള്ള ഉപദേശങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളോട് സദൃശ്യമായ വാക്യങ്ങൾ, സദൃശ്യവാക്യങ്ങളാണ്. വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതും സമയമെടുത്ത് ധ്യാനിക്കേണ്ട വാക്യങ്ങളാണ് ഇത് ഓരോന്നും. എന്നാൽ ഇതിൽ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ 17-ാം വാക്യം, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ഈ ഒരു വാക്യം നമ്മൾ എല്ലാവരും ഒത്തിരി കേട്ടൊരു വാക്യമാണ് അല്ലേ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. എല്ലാ വാക്യങ്ങളും ചിന്തിപ്പിച്ചെങ്കിലും ഈ ഒരു വാക്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അല്ലെ, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ഇതിനകത്ത് നമുക്ക് ദാവീദിനെയും യോനാഥാനെയും പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ദാവീദും യോനാഥാനും നല്ല സ്നേഹിതന്മാരായിരുന്നു. അനർത്ഥകാലത്ത് അവർ സഹോദരന്മാരെ പോലെ, അല്ലെങ്കിൽ അവർ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. എങ്ങനെയാണ് ഈ വാക്യം നമ്മൾ അതിനെ വിവരിക്കുന്നത് അല്ലെ? സ്നേഹിതൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ അതിന് അർത്ഥവുമുണ്ട് അല്ലെ. സ്നേഹിക്കുന്നവൻ, സ്നേഹിതൻ, സ്നേഹിക്കുന്നവൻ. ഇപ്പൊ നമ്മളെല്ലാവർക്കും സ്നേഹിതന്മാരുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ കൂട്ടുകാർ, നമ്മുടെ കൂടെ നടക്കുന്നവർ, നമുക്ക് കൂട്ടു നിൽക്കുന്നവർ, സകലത്തിൽ നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മൾ കൂട്ടുകാരെന്ന് പറയുന്നു. അതിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, ചങ്ങാതി നിന്നാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നില്ലേ. അപ്പൊ ഒരു കൂട്ടുകാരനെ കണ്ടാൽ അറിയാം അവന്റെ കൂടെ നടക്കുന്ന ആൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ ഒരു സ്നേഹിതൻ എപ്പോഴും സ്നേഹിക്കുന്ന വ്യക്തി, അതുകൊണ്ടാണ് നമ്മൾ അവനെ സ്നേഹിതൻ എന്ന് പറയുന്നത് അല്ലെ. കാരണം നമ്മുടെ എല്ലാ അവസ്ഥയിലും സ്നേഹിക്കുന്നവൻ, അതുകൊണ്ടാണ് അവനെ നമ്മൾ സ്നേഹിതൻ എന്ന് പറയുന്നത്. അവൻ എല്ലാ കാലത്തും സ്നേഹിക്കും. ഇപ്പൊ ഒരു സ്നേഹിതൻ നമുക്കൊരു ആപത്ത് വന്നു, അനർത്ഥം വന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഇട്ടിട്ട് പോകുന്നവനല്ല. അവൻ നമ്മളെ എല്ലാ കാലത്തും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ, ഒരു പ്രയാസം സംഭവിക്കുമ്പോൾ അവൻ നമുക്ക് സഹോദരനായി തീരുന്നു. സഹോദരനും സ്നേഹിതനും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തബന്ധമല്ല, പക്ഷെ സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തബന്ധമാണ്. നമ്മളോട് ചേർന്ന് നിൽക്കും. നമുക്കൊരിക്കലും അന്യപ്പെട്ടു പോയാലും, വാക്കുകളാൽ അന്യപ്പെട്ടു പോയാലും നമ്മുടെ രക്തം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധം കൊണ്ട് ഒരിക്കലും അന്യപ്പെട്ടു പോകുന്നതല്ല ഒരു സഹോദരൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്, ഒരു സ്നേഹിതന് അനർത്ഥകാലത്ത് അവൻ നമുക്ക് സഹോദരനായി തീരുന്നു. അങ്ങനെയുള്ള സ്നേഹിതരെയാണ് നമുക്ക് വേണം എന്നാണ് ശലോമോൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഒത്തിരി സ്നേഹിതന്മാരുണ്ട് അല്ലെ. നമുക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ സാധാ ജസ്റ്റ് സംസാരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ഓഫീസിലുള്ളവരുണ്ട്, സ്കൂളിലുള്ളവരുണ്ട്, നമ്മൾ പോകുന്ന വഴിമധ്യമൊക്കെ നമുക്ക് ഒത്തിരി സ്നേഹിതന്മാരുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ചില സ്നേഹിതന്മാർ നമ്മുടെ കാര്യങ്ങൾ പറയത്തുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഉറ്റ സ്നേഹിതന്മാർ നമുക്ക് കാണും. പക്ഷേ നമ്മൾ ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എത്ര തന്നെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും പലപ്പോഴും പല സ്നേഹിതന്മാരും അനർത്ഥകാലത്ത് അവർ നമ്മളെ ഇട്ടിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മളെ മറന്നു പോകുന്ന സ്നേഹിതന്മാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. എത്ര പേർക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട്. ഒരു മനുഷ്യന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യന് നമുക്കൊരു ആത്മാർത്ഥ സുഹൃത്ത് അങ്ങനെ ഉണ്ട്, അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്കൊക്കെ ഒത്തിരി പരിധികളുണ്ട് അല്ലെ. അവർക്കൊക്കെയും ഒരിക്കൽ അവരൊക്കെ നമ്മളിന്ന് ഒരിക്കൽ മാറിപ്പോണ്ടവരാണ്, ഒരിക്കലും നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്നേഹിതനെ പരിചയപ്പെടുത്തരാം. അത് മറ്റാരുമല്ല, നമ്മുടെ സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. അവൻ നമ്മുടെ സ്നേഹിതനാണ്, നമ്മുടെ സഹോദരനാണ്, നമ്മുടെ
പിതാവാണ്, മാതാവാണ്, നമുക്ക് എല്ലാം എല്ലാമാണ്. കാരണം ഒരു നല്ല സ്നേഹിതൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും തൻ്റെ കൂട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നവനല്ല. യേശുവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുവിൻ്റെ കൂടെ നടന്ന സ്നേഹിതന്മാരാണ് തൻ്റെ 12 ശിഷ്യന്മാർ. ഒരിക്കലും ശിഷ്യന്മാരെ ഉപേക്ഷിച്ച് പോകുന്നത് നമുക്ക് കാണാൻ ഇടയായിട്ടില്ല. ശിഷ്യന്മാർക്കൊരു ആപത്ത് വന്നപ്പോൾ അവർ പടകിലിരുന്ന സമയത്ത് അവർ കാറ്റ് ആടി ഉലഞ്ഞപ്പോൾ യേശു അവിടെ മാറിക്കിടന്നില്ല. യേശു അതിന് പകരം അമരത്ത് തലവെച്ച് കിടന്നെങ്കിലും യേശു അവരെ അവിടുന്ന് വിടുവിക്കുന്നിടത്ത് നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ഓരോ ആവശ്യഘട്ടത്തിലും അല്ലെങ്കിൽ ഇപ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഈ മുഴു ലോകത്തിനും വേണ്ടി അനർത്ഥകാലത്ത്, നമ്മുടെ പാപകാലത്ത്, നമ്മുടെ പാപത്തിലായിരുന്ന ആ കാലത്തിൽ ആ സ്നേഹിതനായ യേശു നമുക്ക് വേണ്ടി സഹോദരനായി തീർന്നു. അതുകൊണ്ടാണ് താൻ കാൽവറിയിൽ നമുക്ക് യാഗമായി തീർന്നത്. അതാണ് ഏറ്റവും നല്ല സ്നേഹിതന്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണിച്ചു തരാൻ നമ്മുടെ യേശു ക്രിസ്തുവിനെ പോലെ മറ്റാർക്കും കഴിയില്ല. ഇതിലും വലിയൊരു എക്സാമ്പിൾ നമുക്ക് ഈ ഭൂമിയിൽ ഇനി ലഭിക്കാനില്ല. കാരണം സ്നേഹിതരായി നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് എല്ലാം എത്തിച്ചു തരുന്ന ഒരു നല്ല സ്നേഹിതൻ നമ്മുടെ അനർത്ഥ കാലത്ത് അവൻ നമുക്ക് സഹോദരനായി, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ രക്തത്തിൽ രക്തമായി, നമുക്ക് എല്ലാമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമാണ്. ഈ ദിവസങ്ങൾ ലോകത്തിലുള്ള സ്നേഹിതരോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ബന്ധുക്കളോ മിത്രങ്ങളോ ഒക്കെ അകന്നു പോയേക്കാം. എന്നാൽ ഒരിക്കലും കൈവിടാത്ത ഒരു നല്ല സുഹൃത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ആ സുഹൃത്തിനെ നിങ്ങൾ ഈ ദിവസങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, ആ സുഹൃത്തിനെ നിങ്ങൾ ഇതുവരെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഈ ദിവസങ്ങളിൽ ആ സുഹൃത്തിനെ നമുക്ക് രക്ഷിതാവായി സ്വീകരിക്കാം. നമ്മുടെ ഏത് ഘട്ടത്തിലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഈ യേശു ക്രിസ്തു ഏത് ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്, നിങ്ങളെ സഹായിക്കുന്നവരാണ്. ആ ദൈവത്തെ മുറുകെ പറ്റി നമുക്ക് ജീവിക്കാം, നമ്മുടെ കൂടെ തന്നെ കൊണ്ടു നടക്കാം. ഇതിൽ നല്ലൊരു സ്നേഹിതനെ എനിക്ക് പറയുവാനില്ല. നമ്മുടെ കൂടെ നടക്കും, നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കും നല്ലൊരു അപ്പൻ, നല്ലൊരു സ്നേഹിതൻ. ആ സ്നേഹിതനെ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഈ വചനങ്ങൾ